കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ. തേജസ്സും നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഒരിക്കൽ കൂടി ഞാൻ നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ആവശ്യമായിട്ടുള്ള വചന വെളിപാടുകൾ ഈ ആരാധനയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കൈകളടിച്ച് നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഒരുമിച്ച് പാടാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഇടപെട്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും പ്രസിദ്ധീകരണ മേഖലയിലും എല്ലാം മീഡിയ മേഖലയിലെല്ലാം ഞങ്ങൾ അൾത്താറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാവിന്റെ വലിയ ഇടപെടലുണ്ടാകുവാനും എല്ലാം വിജയത്തിലെത്തിക്കുവാനും ഈ ആരാധനയിലൂടെ എല്ലാ മേഖലകളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുത അൾത്താരയുടെ അരികിലാണ് നമ്മൾ നിർത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത്, കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് നമുക്ക് നമ്മുടെ മുമ്പിലെ ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ ആഭിമുഖ്യത്തിൽ, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ സുനിശ്ചിതമായ ബലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബൈബിൾ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയുടെ മുഴുവൻ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ലൈറ്റ് വെയ്റ്റനിങ്, ടൈം ഷോർട്ടണിങ് ആൻഡ് പ്രസൻസ്. ഇന്നുവരെ നമ്മൾ മനുഷ്യർ ചെയ്ത ഉടമ്പടിയും അവർക്ക് അനുഭവേദ്യമായ ദൈവാനുഭവത്തെയും കാറ്റഗറിക്കലായിട്ട് 4 തിരിക്കുകയാണ്. ഒന്ന്, ബൈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭ്യമായിരുന്നത്. പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജോയേൽ പ്രവാചകന് കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവ്വജനീനമായി നിറവേറുന്ന കാണാം. എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകണത്? ദർശനങ്ങളാണ്. ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-40 വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ആത്മാവാം ഹല്ലേലൂയ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു 10 പേര് ഉടമ്പടി എടുത്താൽ 60% സക്സസ് റേറ്റാണ്. 10 പേര് ഉടമ്പടി എടുത്താൽ 6 പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത്.
അതായത് നോട്ട് ബൈ മാരിഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റനിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും. നമുക്ക് താങ്ങാൻ നമ്മളിതെങ്ങനെ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ H1B വിസ, അത് അമേരിക്കൻ വിസയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് ഡീന മറിയം ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ്. ആദ്യം പ്രായമില്ല, ഒരു ചെറുപ്പക്കാരത്തിയാണ്. ഡീന മറിയത്തിൻ്റെ സാക്ഷ്യം അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോവുകയാണ്. ലാസ്റ്റ് അവർക്ക് വേണ്ടത് H1B വിസയാണ്. അതവിടെ പെർമനൻറ്റ് റെസിഡൻസിലെ. അത് പക്ഷേ കിട്ടണത് ലോട്ടറിയിലാണ് വരുന്നത്. ലോട്ടറിക്ക് 7 ലക്ഷം ആപ്ലിക്കേഷൻസാണ്. ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ. ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുറി എടുക്കത്തില്ല, ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല. അതുപോലെ ലോട്ടറിയിലാണ് H1B വിസ കിട്ടുന്നത്. കാര്യം 65,000 സീറ്റേ ഉള്ളൂ. അമേരിക്ക 65,000 H1B വിസയെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത്, അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ്. പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത് തന്നെ 7 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം മറിയവും ഹസ്ബൻഡും തിരിച്ചു പോരേണ്ടി വരും. അപ്പോഴും മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക്. അതായത് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ്? കൃപാസനം കണ്ടുപിടിച്ചാണോ? അല്ലല്ല. ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ, ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ്. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും. എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല. കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും. ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്നും പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ, നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും. ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ ആഞ്ഞിലിക്ക് വെള്ളം ഉള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും. ആഞ്ഞിലി 1000 വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ 1000 വർഷം, അകത്ത് വെള്ളയാണ്. നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട്. അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറേ കയറും. വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. മൂത്താഞ്ഞിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ബൈബിൾ പറയും, ഇളയ ആഞ്ഞിലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, കാതലുള്ളവരായി വരുമെന്ന്, ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ മനുഷ്യൻ, അതായത് ഉടമ്പടി മനുഷ്യൻ, ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ബൈബിൾ ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും, ജഡിക മനുഷ്യൻ എന്ന് പറയും. ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അനുദിനം കാണുന്ന സാക്ഷ്യങ്ങളിലെ എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പുറപ്പാട് 33:11. ആ എന്താ സിസ്റ്റർ? പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോട് എന്ന പോലെ ദൈവം മാത്രമല്ല മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് 27. മാർച്ച് 27-നുള്ളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ നിന്ന് 65,000 ഉള്ളൂ. 65,000 ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിൽ ഇവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല. മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ, ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് ദൈവ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം, നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. വാഗ്ദാന പേടകമേ, വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തീർത്ഥാടന ഉടമ്പടിയായിട്ട് കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവേ നിന്റെ തിരുമുറുമാർന്ന വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ മക്കളുടെ മേലും കർത്താവേ നിന്റെ തിരുമുറുമാർന്ന് അണിപ്പെടുത്താറുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ,
അടിപ്പിണർ പോലെ വൈദ്യാക്കാലം ദൈവികമായ ശക്തി കർത്താവ് ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ പടരട്ടെ അടരട്ടെ പടരട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എങ്ങൾ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ നാഥാവരേണമേ എങ്ങൾ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷമായി നിൽക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, സിസ്റ്റുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, തലച്ചോറിന് സിസ്റ്റുള്ളവരെ, തലച്ചോറിന് ബ്ലോക്കുള്ളവരെ, എല്ലാ PCOD രോഗികളെ, RSS രോഗികളെ, പിസ്റ്റുല രോഗികളെ, കർത്താവ് ഗർഭപാത്രമില്ലാത്തവരെ, ഗർഭപാത്രത്തിൻ്റെ ബ്ലീഡിംഗ് ഉള്ളവരെ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഗർഭനാളുകളില്ലാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, കർത്താവ് നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗികളെ, കരരോഗികളെ, ഹൃദയ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസിലൈറ്റിസ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം അടിപ്പിണർ പോലെ വൈദ്യാഖ്യാനം പോലെ ദൈവിക ശക്തി അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങളെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകണമേ നാഥാവരണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, വീട് വെച്ചിട്ട് പകുതിയായി പോയിട്ട് പണമില്ലാതെ കടമായവരെ എല്ലാം കർത്താവ് സ്പർശിക്കുന്ന ദർശനങ്ങളിലൂടെയാണ് സന്ദേശം നൽകുന്നത്. അവരെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന സമയമുണ്ട്. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, അതുപോലെ തന്നെ സഞ്ചരിക്കാനും വാഹനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന വേദനിക്കുന്നവരെ, കർത്താവ് ജോലി ഇല്ലാത്തവരെ, അതുപോലെ വിസ പ്രോസസ് നടക്കാത്തവരെ, വിദേശത്ത് പോകാൻ പറ്റാതെ വരുന്നവർ, നാട്ടിൽ പണി ചെയ്യാത്തവരെ, പണിയില്ലാത്തവർ, അതുപോലെ തന്നെ PSC ടെസ്റ്റ് അതുപോലുള്ള ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം യാതൊരു വിധത്തിലും ജോലി അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കൾ ഇല്ലാത്തവർ, എല്ലാ തരത്തിലും കർത്താവിൽ കേസിലകപ്പെട്ടിരിക്കുന്നവർ, വഴക്കിലകപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലും കേസിലും ജയിലിലുമായി പോയവർ, അതുപോലെ ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, അതുപോലെ തന്നെ വൈവാഹികത്തോട് തകർച്ചയുള്ളവരെ, ഇങ്ങനെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ തിരുമുറിവാളുന്ന വലതുകരം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത, എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളെയും മാധ്യസ്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശുനാമം ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. നാഥാവരേണമേ സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. ഭക്തിപുരം മുട്ട എന്ന് മൗനപ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തിപുരം മുട്ടയെന്ന് അച്ഛൻ ഏതെങ്കിലും കാരണവശാൽ സൂചിപ്പിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.
ഈശോയെ, മേരി മാഗ്ദലിനെ പോലെ നിന്നെ അധികമായി സ്നേഹിക്കുവാൻ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും